അടുക്കള രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഏത്തക്ക ഉപ്പേരി അല്ലെങ്കിൽ നേന്ത്രക്കായ ഉപ്പേരിയാണ്. അതിനായിട്ട് 2 വിളഞ്ഞ കൊലയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഉപ്പേരി ഉണ്ടാക്കാൻ എപ്പോഴും വിളഞ്ഞ കാ നോക്കി എടുക്കുക. അതുപോലെ തന്നെ നാടൻ ഏത്തക്കയാണ് ഉപ്പേരിക്ക് ഏറ്റവും നല്ലത്. 1 കൊലയുടെ കായ ഉപ്പേരിക്കായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ വലിയൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഏത്തക്ക പൊളിച്ചിടാൻ വേണ്ടിയിട്ടാണ് വെള്ളം. പിന്നെ ഈ കിണ്ണത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്ത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഉപ്പ് പൊടി. ഏത്തക്ക പൊളിക്കുമ്പോൾ ഇടയ്ക്ക് കൈ ഉപ്പ് വെള്ളത്തിൽ മുക്കിക്കഴിഞ്ഞാൽ കൈയിൽ കറ പിടിക്കത്തില്ല. ഏത്തക്കായ പൊളിച്ച് മഞ്ഞൾ വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇങ്ങനെ മഞ്ഞപ്പൊടി വെള്ളത്തിലിട്ട് കൊടുക്കുന്നത് ഉപ്പേരിക്ക് നല്ല നിറം വരാനാണ്. നല്ല വിളഞ്ഞ നാടൻ ഏത്തക്കായ ആണെങ്കിൽ മഞ്ഞപ്പൊടി ഇടേണ്ട ആവശ്യമില്ല. ഉപ്പേരിക്ക് അല്ലാതെ തന്നെ നല്ല നിറമായിരിക്കും. ഏത്തക്കായ വെള്ളത്തിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് അരിഞ്ഞെടുക്കാം. ആദ്യം ഏത്തക്കായയുടെ 2 അറ്റവും ഒന്ന് മുറിച്ച് മാറ്റണം. ഇനി നമുക്ക് അരിഞ്ഞെടുക്കാം. വിറകടുപ്പിൽ ഉപ്പേരി ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാ വശത്തും ഒരുപോലെ തീ കിട്ടുകയും ചെയ്യും. അപ്പം നമ്മുടെ ഉപ്പേരി പെട്ടെന്ന് മൂത്ത് കിട്ടും. ആദ്യം എണ്ണ ചൂടായോന്നറിയാൻ 1 കഷ്ണം ഏത്തക്കായ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് എല്ലാം ഇട്ട് കൊടുക്കാം. അരിഞ്ഞ കാ എണ്ണയിലിട്ട ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഒരു അരപ്പരുവം ആവുന്നത് വരെ ഇളക്കാൻ പാടില്ല, അത് കുഴഞ്ഞു പോകും. പിന്നെ ആദ്യം നല്ല തീ ഇട്ട് കൊടുക്കാനും ശ്രദ്ധിക്കണം. ഇപ്പോൾ ഉപ്പേരി ചെറുതായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് പൊടിയാണ് ഇടുന്നത്. ഉപ്പ് നമുക്ക് 2-3 വിധത്തിൽ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഉപ്പ് പൊടി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ രണ്ടാമത്തെ വിധം, ഉപ്പേരി മൂക്കാറാകുമ്പോൾ ഉപ്പ് വെള്ളം എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മൂന്നാമത്തെ രീതി, നമ്മൾ ഉപ്പേരി എണ്ണയിൽ നിന്ന് കോരി മാറ്റിയ ശേഷം ഉപ്പ് വെള്ളം തളിച്ചു കൊടുത്ത് ഒന്ന് കുടഞ്ഞെടുക്കുക. ഉപ്പേരി മൂത്ത് തുടങ്ങുമ്പോൾ തീ കുറച്ചു കൊടുക്കുക. ഇപ്പം നമ്മുടെ ഉപ്പേരി ഏകദേശം മൂക്കാറായിട്ടുണ്ട്. മൂത്തോന്നറിയാൻ വേണ്ടി 1 കഷ്ണം എടുത്ത് കടിച്ചു നോക്കിയാൽ മതി. പിന്നെ ഇളക്കുമ്പോൾ നല്ല ശബ്ദമായിരിക്കും. ഇപ്പം നല്ല ശബ്ദം വരുന്നുണ്ട് ഇളക്കുമ്പം. ഇപ്പോൾ ഉപ്പേരി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി മാറ്റാം.